Hi everyone, welcome to our YouTube channel Nirvara Education. പഠിപ്പിക്കുന്ന പോർഷൻ നന്നായി മനസ്സിലാക്കാൻ ലെക്ചർ 1 കണ്ടതിന് ശേഷം ലെക്ചർ 2 കാണുക. അടുത്ത നമുക്ക് പഠിക്കേണ്ടത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിനെ പറ്റിയാണ്. എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ? എൻ്റെ പേര് തന്നെ ഉണ്ടെന്ന്, റൈറ്റ് ആംഗിൾഡ്. ഒരു ട്രയാങ്കിളിൻ്റെ ഏതെങ്കിലും ഒരു ആംഗിൾ, റൈറ്റ് ആംഗിൾ അല്ലെങ്കിൽ 90 ഡിഗ്രി ആണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. ഓക്കെ, ഇനി നമുക്ക് ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ഇത് 90 ഡിഗ്രി ആണ്. ഈ ആംഗിൾ ഞാൻ എക്സ് എടുത്തു, ഈ ആംഗിൾ വൈ എടുത്തു. ഇനി നമ്മുടെ പ്രോപ്പർട്ടി എന്തായിരുന്നു? എക്സ് പ്ലസ് വൈ പ്ലസ് 90 ഈക്വൽ ടു, നമ്മുടെ ഒരു ട്രയാങ്കിൾ ടോട്ടൽ ആംഗിൾ എത്രയാണ്? 180 ആണ്. ഈ 90 അപ്പുറത്ത് പോകുമ്പോൾ എന്താവും? എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 180 മൈനസ് 90. എക്സ് പ്ലസ് വൈ ഇക്വൽ ടു 90. അതായത് അടുത്ത രണ്ട് ആംഗിളിൻ്റെ സം എന്തായിരിക്കും? 90 ആയിരിക്കും. ഇത് പറയാൻ കാരണം വേറൊന്നുമല്ല, ഇപ്പോൾ ഈ ആംഗിൾ 45 ആണെങ്കിൽ നമുക്ക് ഈ സംഭവം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണ്ട, ഇത് തന്നെ കണ്ടുപിടിക്കാം. ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് 45, അതായത് 45 ആയിരിക്കും. ഈ ആംഗിൾ 60 ആണെങ്കിൽ ഇതെന്തായിരിക്കും? 90 മൈനസ് 60, അതായത് 30 ആയിരിക്കും. ഈ ആംഗിൾ 20 ആണെങ്കിൽ ഈ ആംഗിൾ എന്തായിരിക്കും? 90 മൈനസ് 20, അതായത് എന്തായിരിക്കും? 70 ആയിരിക്കും. 70 ആയിരിക്കും. അത് നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആംഗിൾ കണ്ടുപിടിക്കാം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സെക്ഷൻ പഠിപ്പിച്ചത്. ഓക്കെ, നെക്സ്റ്റ്, ഇതല്ലേ 90 ഡിഗ്രി. നമുക്ക് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് സൈഡ് നോക്കിയേ. ഈ ട്രയാങ്കിളിലെ ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡല്ലേ? അതായത് എപ്പോഴും റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ലോങ്ങസ്റ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ സൈഡ് ഞാൻ പേര് കൊടുക്കുന്നു ഹൈപ്പോട്ന്യൂസ്. ഓക്കെ, അതായത് 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റാണ് ലോങ്ങസ്റ്റ് സൈഡ്, അതിൻ്റെ പേരാണ് ഹൈപ്പോട്ന്യൂസ്. ഈ സൈഡ് ഞാൻ പേര് കൊടുക്കുന്നു ബേസ്. ആൻഡ് ഈ സൈഡാണ് ഈ ട്രയാങ്കിളിൻ്റെ ഹൈറ്റ്, അതുകൊണ്ട് ഞാൻ എൻ്റെ പേര് കൊടുക്കുന്നു ഓൾട്ടിറ്റ്യൂഡ്. അതായത് നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ എന്തൊക്കെ ഉണ്ട്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എന്തായാലും ഒരു ബേസ് ഉണ്ട്, അതുപോലെ ഒരു ഓൾട്ടിറ്റ്യൂഡ് ഉണ്ട്, അതുപോലെ ഒരു ഹൈപ്പോട്ന്യൂസ് ഉണ്ട്. ഇനി ഈ ട്രയാങ്കിളിൽ ഏതെങ്കിലും രണ്ട് സൈഡ് അറിയാമെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാനാകും. അതിനുവേണ്ടി കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചൊരു ഫോർമുലയുണ്ട്. എന്താണ്? പൈതഗോറസ് തിയറം. അറിയോ എന്താണ്? ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇത് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഇപ്പോൾ നമുക്ക് തന്നിക്കുന്നത് ബേസും ഓൾട്ടിറ്റ്യൂഡും ആണെന്ന് ചോദിച്ചോ, ഹൈപ്പോട്ന്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ബേസ് കണ്ടുപിടിക്കാം. എന്താ ഫോർമുല? ബേസ് സ്ക്വയർ ഈക്വൽ ടു ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇതിൽ ബേസ് എങ്ങനെ കാണും? ബേസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ഹൈപ്പോട്ന്യൂസ് സ്ക്വയർ മൈനസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇങ്ങനെ നമുക്കിതിൽ ബേസ് കാണാം, ഓൾട്ടിറ്റ്യൂഡ് കാണാം, ഹൈപ്പോട്ന്യൂസ് കാണാം. ഇതും കൂടെ അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനാകത്തുള്ളൂ. അപ്പോൾ ഇത് മസ്റ്റായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത് നമുക്ക് കുറച്ച് ഫോർമുലാസാണ് പഠിക്കേണ്ട. സൈൻ, കോസ്, ടാൻ, അങ്ങനെ കുറച്ച് ഫോർമുലാസ് ഉണ്ട്. അപ്പോൾ അത് പഠിക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ബേസിക് കൂടെ നോക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അടുത്തൊരു ട്രയാങ്കിൾ എടുത്തിരിക്കുന്നത്. ഈ ട്രയാങ്കിൾ ഇതല്ലേ 90 ഡിഗ്രി. അപ്പം 90 ഡിഗ്രി ഓപ്പോസിറ്റ് എന്താണ്? ഹൈപ്പോട്ന്യൂസ്. ഞാൻ ട്രയാങ്കിളിന് പേരിടുന്നു എ ബി സി. ഹിയർ ആംഗിൾ ബി ഈസ് 90 ഡിഗ്രി ആണോ? അപ്പം ആംഗിൾ ബി കഴിഞ്ഞിപ്പോൾ വേറെ ഏതൊക്കെ ആംഗിൾ ഉണ്ട്? ആംഗിൾ എ ഉണ്ട്, ആംഗിൾ സി ഉണ്ട്. ആംഗിൾ എ ഞാൻ ആദ്യം എടുക്കുന്നു. ആംഗിൾ എയുടെ അഡ്ജസൻറ്റ് സൈഡ്സ് ഏതൊക്കെയാണ്? എ ബിയും എ സിയും ആണ് ഇതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ്സ്. അതിനകത്ത് എ സി എന്താണ്? ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പോൾ നമുക്ക് അഡ്ജസൻറ്റ് സൈഡായിട്ട് ഏതെടുക്കാം? എ ബി എടുക്കാം. ഓർക്കുക, ആംഗിൾ എക്ക് രണ്ട് അഡ്ജസൻറ്റ് സൈഡ് ഉണ്ട്, എ ബിയും എ സിയും. ഇത് ഹൈപ്പോട്ന്യൂസ് ഞാൻ മാറ്റി വയ്ക്കുകയാണ്. എന്തെടുക്കുന്നുള്ളൂ? അഡ്ജസൻറ്റ് സൈഡായിട്ട് എ ബി എ എടുക്കുന്നുള്ളൂ. സിമിലർലി ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ബി സി ആണ്. കണ്ടോ, ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് എടുക്കുന്നതാണ് ബി സി ആണ്. അതായത് നമുക്ക് എഴുതാം
അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ എന്താണ്? എ ബി. സിമിലർലി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ, എന്താ ആംഗിൾ എയുടെ ഓപ്പോസിറ്റ് ഏതാണ്? ബി സി. നെക്സ്റ്റ് ഞാൻ എന്തെടുക്കുന്നു? ആംഗിൾ സി എടുക്കുന്നു. ആംഗിൾ സിയുടെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? ആംഗിൾ സിക്ക് രണ്ട് അഡ്ജസൻറ്റ് സൈഡ്സ് ഉണ്ട്, എ സി ഉണ്ട് അതുപോലെ ബി സി ഉണ്ട്. ഞാൻ പറഞ്ഞു എ സി എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. അപ്പോൾ അഡ്ജസൻറ്റ് സൈഡ് നമ്മൾ ഏതെടുക്കാം? ബി സി. സൈഡ് ഓഫ് ആംഗിൾ സി എന്താണ്? ബി സി. സിമിലർലി ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ സി, ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? എ ബി. ഇതും കൂടെ അറിഞ്ഞിരിക്കണം. അത് വേറെ ഒന്നുമല്ല, നമ്മുടെ ഫോർമുലയിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയണം? ഒരു ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡും അഡ്ജസൻറ്റ് സൈഡ്സും കണ്ടുപിടിക്കാൻ അറിയണം. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ ട്രയാങ്കിളിൽ ആംഗിൾ ബി എന്താണ്? 90 ഡിഗ്രിയാണ്. 90 ഡിഗ്രി ഓപ്പോസിറ്റ് എന്തുണ്ട്? ഹൈപ്പോട്ടന്യൂസ് ഉണ്ട്. അതുകൊണ്ട് എ സി എന്താണ്? എ സി എപ്പോഴും എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ആണ്. സിമിലർലി ആംഗിൾ എ എടുക്കുന്നു. അതിൻ്റെ അഡ്ജസൻറ്റ് സൈഡ് ഏതാണ്? എ ബി. അഡ്ജസൻറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ ബി. ആംഗിളുടെ ഓപ്പോസിറ്റ് സൈഡ് ഏതാണ്? ഓപ്പോസിറ്റ് എടുക്കുന്നത് ഏതാണ്? ബി സി. ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ആംഗിൾ എ എന്ന് പറഞ്ഞാൽ ബി സി ആണ്. സിമിലർലി ആംഗിൾ സിയുടെ അഡ്ജസൻറ്റ് സൈഡ് ബി സി ആൻഡ് ആംഗിൾ സിയുടെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറഞ്ഞാൽ എ ബി. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതിൽ പഠിക്കേണ്ടത് സൈൻ, കോസ്, ടാൻ. അതെന്താണെന്ന് പഠിക്കണം. ആദ്യം ഞാൻ സൈൻ തീറ്റ എന്താണെന്ന് പറയാം. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. അടുത്ത ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇത് പഠിക്കണം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ എന്താണ് ഓപ്പോസിറ്റ് സൈഡ് എന്താണ്, അഡ്ജസൻറ്റ് സൈഡ് എന്താണ്, ഹൈപ്പോട്ടന്യൂസ് എന്താണെന്നുള്ളത് പറഞ്ഞു തന്നത്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്നുള്ളത് നമുക്കത് പ്രോബ്ലം വരുമ്പോൾ പഠിക്കാം. അപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്, കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആൻഡ് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇനി നമുക്ക് കുറച്ച് ഫോർമുലേസും കൂടെ പഠിക്കാനുണ്ട്. അടുത്ത് പഠിക്കേണ്ടത് കൊസീക് തീറ്റ എന്താണെന്ന് പഠിക്കണം. കൊസീക് തീറ്റ എന്ന് പറഞ്ഞാൽ പഠിക്കാൻ എളുപ്പമാണ്. 1/sin തീറ്റ. 1/sin തീറ്റയാണ് എന്ത്? കൊസീക് തീറ്റ. അതായത് സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ. എന്താ സൈൻ തീറ്റ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആയിരുന്നു. അപ്പോൾ കൊസീക് തീറ്റ എന്താണ്? ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സംശയമുണ്ടോ? അതുപോലെ സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1/cos തീറ്റ ആയിരിക്കും. നമ്മൾ കോസ് തീറ്റ പഠിച്ചത് എന്തായിരുന്നു? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അടുത്തത് പഠിക്കേണ്ടത് കോട്ട് തീറ്റയാണ്. കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റയാണ്. നമ്മൾ ടാൻ തീറ്റ എന്താ പഠിച്ചത്? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതിൻ്റെ റെസിപ്രോക്കൽ, അതായത് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഇതും കൂടെ പഠിക്കണം. നമ്മൾ ആദ്യം പഠിച്ച ഫോർമുല ഏതായിരുന്നു? സൈൻ തീറ്റ. സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അടുത്തത് കൊസീക് തീറ്റ. കൊസീക് തീറ്റ എന്താ? 1/sin തീറ്റ. സൈൻ തീറ്റയുടെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയുടെ റെസിപ്രോക്കൽ, അതായത് ഹൈപ്പോട്ടന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ആൻഡ് കോട്ട് തീറ്റ എന്ന് പറഞ്ഞാൽ 1/tan തീറ്റ, അതായത് എന്താണ്? അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. ഓക്കെ ആണല്ലോ. ഇതറിയാമെങ്കിൽ നമുക്കടുത്ത പ്രോബ്ലംസിലോട്ട് പോകാൻ പറ്റും. ഇനി നമുക്ക് ഒരു സെക്ഷൻ കൂടെ പഠിക്കാനുണ്ട്. ആ സെക്ഷൻ എന്ന് പറഞ്ഞാൽ റിലേഷൻ ബിറ്റ്വീൻ സൈൻ തീറ്റ, കോസ് തീറ്റ ആൻഡ് ടാൻ തീറ്റ. സൈൻ തീറ്റയും കോസ് തീറ്റയും ടാൻ തീറ്റയും തമ്മിലുള്ള റിലേഷനാണ് പഠിക്കേണ്ടത്. അത് ഞാൻ ടാൻ തീറ്റ എന്താണെന്ന് എഴുതാൻ പോവാം. എന്തായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്.
ഇതായിരുന്നു ടാൻ തീറ്റയ്ക്ക് നമുക്ക് പഠിച്ച ഫോർമുല. ഇതിനെ എങ്ങനെ എഴുതാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതിനെ ഞാൻ രണ്ടാക്കി മാറ്റാൻ പോവാം. അതായത് ഓപ്പോസിറ്റ് സൈഡ് ഇൻറ്റു 1 അഡ്ജസൻറ്റ് സൈഡ്. സംശയമുണ്ടോ? അതായത് ഈ ഡിനോമിനേറ്റർ ഞാൻ സെപ്പറേറ്റ് അങ്ങോട്ടേക്ക് മാറ്റി വെച്ചു, അത്രയേ ഉള്ളൂ. ഇനി എന്ത് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞാൽ ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ 1 എന്ന് ഇടാമല്ലോ. ഞാൻ എന്ത് ചെയ്യാൻ പോകുമെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, ഇവിടെ ഒരു ഹൈപ്പോട്ട്ന്യൂസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഇൻ എഫക്റ്റ് ഇത് എന്ത് ചെയ്യും? ഇത് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. അതായത് ഓപ്പോസിറ്റ് സൈഡ് ബൈ എന്താണ്? ഹൈപ്പോട്ട്ന്യൂസ് ഇൻറ്റു ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അതായത് ഇൻ എഫക്റ്റ് എന്ത് ചെയ്യാൻ പറ്റും? ഹൈപ്പോട്ട്ന്യൂസ് രണ്ടും കട്ട് ചെയ്ത് കളഞ്ഞാൽ എന്താവും? ഇതാവും ഓപ്പോസിറ്റ് സൈഡ് ബൈ 1 അഡ്ജസൻറ്റ് സൈഡ് ആവും. അതായത് എന്താവും? ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് ആവും. അതായത് എന്താണ്? ടാൻ തീറ്റയാണ്. ആണോ? എന്താണ് ഈ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ട്ന്യൂസ് എന്ന് പറഞ്ഞാൽ? സൈൻ തീറ്റയാണ്. ആണോ? ഇൻറ്റു ഈ ഹൈപ്പോട്ട്ന്യൂസ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്താ നമ്മൾ പഠിച്ചു? സീക്ക് തീറ്റയാണ്. ആണോ? സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 കോസ് തീറ്റയാണ്. അതായത് 1 കോസ് തീറ്റ. അതായത് നമുക്ക് എന്ത് എഴുതാം? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അതായത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. എന്ത്? ടാൻ തീറ്റ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇതാണ്, ഫോർമുലയാണ്, പഠിക്കണം. അത് ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആയിരിക്കും. ഓക്കെ, ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു.